ചെയ്യിപ്പിക്കാനല്ല, ഉള്ള ഉണ്ടല്ലോ, പാക്ക് ഉണ്ട്, അത് എക്സ്ട്രാ എടുക്കണം. അല്ല എന്തെന്നറിയാം, നമ്മൾ ഈ കാലിനൊക്കെ നന്നായിട്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്തില്ല നമുക്ക് എണീറ്റടക്കാൻ പറ്റാതാവും. അതിന്റെ അവസ്ഥ ഉണ്ടാവും. ഈ എല്ലാവർക്കും മുട്ടുവേദന എന്ന് പറഞ്ഞാൽ എന്താണ് കാര്യം? ഈ കാലിന്റെ മസിൽ സ്ട്രെങ്തൻ ചെയ്യാത്ത കൊണ്ടാണ് ഈ മുട്ടുവേദന വരുന്നത്. ഈ കാലിനല്ല, നമ്മുടെ പ്രായം കൂടുന്തോറും നമ്മുടെ മസിലുകളെല്ലാം വീക്ക് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനെ റീജനറേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. ഞാൻ നമ്മുടെ ആക്ടർ ബൈജു ചേട്ടൻ്റെ ഒരു ടോക്ക് കാണായിരുന്നു ഫ്ലവേഴ്സ് TV-യിൽ. ഇപ്പോൾ പുള്ളി പറയുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമുണ്ട്. നമുക്ക് പ്രായം കൊണ്ട് ശരീരത്തിൻ്റെ വിവിധ സന്ധികൾ, ഇപ്പോൾ മുട്ടാണ് ഏറ്റവും കൂടുതൽ, ഇന്ത്യക്കാർക്ക് മേഷ്യൻസിനൊക്കെ ഏറ്റവും കൂടുതൽ മുട്ടാണ്. പിന്നെ അതുപോലെ നടു ഒക്കെ തേയ്മാനം സംഭവിക്കും. ഈ തേയ്മാനം നമുക്ക് നിർത്താൻ പറ്റില്ല. തേയ്മാനം സംഭവിച്ചിരിക്കും, പലർക്കും പല ഏജിലായിരിക്കും. അതൊക്കെ നമ്മുടെ ജെനറ്റിക്സിൻ്റെ ഒരു ഇതനുസരിച്ചായിരിക്കും. അപ്പോൾ ചില ആൾക്കാർക്ക് 50 വയസ്സ്, ചില ആൾക്കാർക്ക് 60, ചിലർക്ക് 70, ആ പ്രായത്തിലൊക്കെ ആയിരിക്കും ഈ ഇത്രയും തേയ്മാനമൊക്കെ സംഭവിക്കാം. അപ്പോൾ ഈ തേയ്മാനം നിർത്താൻ പറ്റില്ല, തേയ്മാനം സംഭവിച്ചിരിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഇപ്പോൾ ബൈജേട്ടൻ പറഞ്ഞ പോലെ സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം തന്നെ നമുക്ക് വലിയ പ്രശ്നമില്ലാതെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മുടെ ഈ ഫ്ലാറ്റിലൊക്കെ നമ്മൾ താമസിക്കുമ്പോൾ കുറേ പ്രായമുള്ള അപ്പച്ചന്മാരെ കണ്ടു കാണും. ഒരു 70 വയസ്സുള്ള ആൾക്കാരൊക്കെ ഓടുന്നത് കാണാം. 70-80 വയസ്സ് ഓടുന്ന ആൾക്കാരുണ്ട്. അവൻ്റെ മുട്ടിൻ്റെ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു. കാരണം എക്സ്റേയിൽ ഭയങ്കരമായിട്ടുള്ള തേയ്മാനം ഉണ്ടാവും. പക്ഷേ അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, അവർ ഓടി നടക്കും, വേദനയൊന്നും വലുതായിട്ട് കാണില്ല. അപ്പോൾ എന്തുകൊണ്ടെന്നാൽ അവരുടെ മസിൽ സ്ട്രെങ്ത് വളരെയധികം നല്ലതാണ്. അപ്പോൾ ശരിക്കും മസിൽ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ ഈ തേയ്മാനം സംഭവിച്ചു കഴിഞ്ഞാലും നമുക്ക് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും.